നമസ്കാരം ബിറ്റി വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ടിജീഷ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ LED ഡിസ്പ്ലേ നമ്മൾ കണ്ടിട്ടുണ്ടാവും, കടകളിലൊക്കെ പരസ്യത്തിന് വേണ്ടി വെച്ചിട്ടുണ്ടാവും. പല കളറിൽ പല നല്ല നല്ല ഡിസൈൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് LED ഡിസ്പ്ലേ. ആ ഡിസ്പ്ലേ എങ്ങനെ ഉണ്ടാക്കണേ എന്നുള്ളത് നമ്മൾ കാണിച്ചു തരുന്നത്. എല്ലാവർക്കും LED ഡിസ്പ്ലേ വീട്ടിലുണ്ടാക്കാൻ സാധിക്കും. അതെങ്ങനെ ഉണ്ടാക്കാം, അതിന് എന്തൊക്കെ കമ്പോണൻസ് ആണ് വേണ്ടത്, അതെങ്ങനെ അസംബിൾ ചെയ്യാം, അപ്പോൾ അതിലെങ്ങനെ പ്രോഗ്രാം ചെയ്യണം, അതെങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കാം. വീട്ടിൽ നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് വേണ്ട LED ഡിസ്പ്ലേ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെ ഐറ്റംസാണ് അതിന് വേണ്ടതെന്നുള്ള ആദ്യം തന്നെ കാണിച്ചു തരാം. നമുക്കൊരു LED ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി വരുന്നത് മെയിനായിട്ട് അതിൻ്റെ പവർ കൊടുക്കാൻ വേണ്ടി വരുന്ന പവർ സപ്ലൈ. ഇതാണ് ഒരു പവർ സപ്ലൈ, 5 വോൾട്ട് പവർ സപ്ലൈ ആണ്. നമ്മൾ എത്ര അടിയുടെ ബോർഡാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് അതിൻ്റെ ആംബിയർ വ്യത്യാസം വരുത്തിക്കൊണ്ടിരിക്കണം. ഇതൊരു 10 ആംബിയർ പവർ സപ്ലൈ ആണ്. ശരിക്കും 10 to 20 ആംബിയറാണ് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യാറ് ചെറിയ ബോർഡുകൾക്ക്. വലിയ ബോർഡാണെങ്കിൽ നമുക്ക് ഇത് കൂട്ടി കൊടുക്കേണ്ടി വരും, ആംബിയർ കൂട്ടി കൊടുക്കേണ്ടി വരും. പിന്നെ വേണ്ടി വരുന്ന ഒരു ഐറ്റം കണ്ടില്ലേ, നമുക്ക് ആദ്യം പവർ സപ്ലൈ പറഞ്ഞു. പിന്നെ നമുക്ക് വേണ്ടി വരുന്നത് കൺട്രോൾ ചെയ്യാൻ കാർഡ്. ഇതാണ് കൺട്രോൾ കാർഡ് വരുന്നത്. ഇതിൻ്റെ കൺട്രോൾ കാർഡും ഇതിലേക്കാണ് നമ്മൾ പ്രോഗ്രാം കൊടുക്കുന്നത്. ഇതിൽ നിന്നാണ് ഈ സാധനം റൺ ചെയ്യണത്. ഇതിൽ നമ്മൾ ഒരു പ്രാവശ്യം പെൻ ഡ്രൈവ് വെച്ച് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം സാധനം പ്രോഗ്രാം ചെയ്താൽ വീണ്ടും ഓടിക്കൊണ്ടിരിക്കും. അടുത്ത പ്രാവശ്യം പ്രോഗ്രാം ചെയ്യുന്നവരെ ഈ ഡിവൈസിൽ ഓടിക്കൊണ്ടിരിക്കും. പിന്നെ ടൈം മറ്റുള്ളവർക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി ഇതിൽ ബാറ്ററി ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റിയൊരു ബാറ്ററി ഇതിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഒരു ബാറ്ററി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ മൂന്ന് കണക്ഷൻസാണ് കൊടുത്തത്. JK1, T08, T12 അങ്ങനെ 2 കണക്ഷൻസാണ് ഇതിൽ കൊടുത്തേക്കണേ. പിന്നെ ഇതും 5 വോൾട്ട് തന്നെയാണ് വർക്ക് ചെയ്യണേ. നമ്മുടെ ബോർഡ്സ് എല്ലാം കണ്ടോ. നമുക്ക് LED ഡിസ്പ്ലേക്ക് മെയിനായിട്ട് വേണ്ട ഐറ്റംസ് LED. ഇതാണ് ശരിക്കും പറഞ്ഞാൽ വരുന്ന LED ഡിസ്പ്ലേ. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ടെയിൽ എന്ന് പറയും, മൊഡ്യൂൾ എന്ന് പറയുന്നുണ്ട്. ചിലർ തന്നെ ടെയിൽ എന്ന് പറയുന്നുണ്ട്, ചിലർ മൊഡ്യൂൾ. ശരിക്കും പറഞ്ഞാൽ LED മൊഡ്യൂൾ എന്ന് പറയാം. ഇതൊരു P10 ടൈപ്പ് LED മൊഡ്യൂൾ. പല ആംഗിളിലുള്ള ഇത് ഇട്ടുണ്ട്. P ടൈപ്പ് എന്ന് വെച്ചാൽ ഇതിൻ്റെ റെസൊല്യൂഷനാണ്. നമ്മൾ ഈ കൊണ്ടില്ലേ ഓരോ LED അടുത്ത് നിൽക്കുന്ന ഇത് ഒരു സ്ക്വയർ എടുത്തേണ്ടതിൽ എത്ര LED ഉണ്ട് അതിനനുസരിച്ചാണ് P10 എന്ന് പറയുക. ഇതൊരു P10 ടൈപ്പാണ്. P8, P6 അങ്ങനെ ഓരോ മോഡലുണ്ട്. P6 വരുമ്പോൾ LED കുറച്ചുകൂടി അടുത്ത് വരും. അപ്പോൾ ഇത് ഔട്ട്ഡോർ യൂണിറ്റ് ആണ്. ഇൻഡോർ യൂണിറ്റ് വരുമ്പോൾ സൈസ് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. ഇത് ഔട്ട്ഡോർ യൂണിറ്റ് ആണ്. പിന്നെ ഈ LED തന്നെ കളർ, ഇതിപ്പോൾ റെഡ് കളർ എടുത്തേക്കണേ. ഏത് കളർ വേണമെങ്കിൽ കിട്ടും. റെഡ്, ഗ്രീൻ, ബ്ലൂ, ഓറഞ്ച്, വൈറ്റ് അങ്ങനെ നിരവധി കളർ കിട്ടും. കൂടാതെ ഇപ്പോൾ മൾട്ടി കളറുണ്ട്. ഇപ്പോൾ ഒരു LED തന്നെ 3 കളറും കത്തും. മൾട്ടി കളർ യൂസ് ചെയ്യാൻ പറ്റും. എല്ലാ കളറിലും എല്ലാ ടൈപ്സ് മൊഡ്യൂളിലും കണക്ഷൻസ് എല്ലാം ഒന്നായിരിക്കും. 5 വോൾട്ടിലാണ് എല്ലാം വർക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കണക്ഷൻസ് അനുസരിച്ച് അതിൻ്റെ പുറകെ തന്നെ കൊടുത്തിട്ടുണ്ടാവും. ഇതിൻ്റെ പുറകിലൊരു സോക്കറ്റ് ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സോക്കറ്റ്. ഈ സോക്കറ്റിലാണ് നമ്മൾ കൊടുക്കുക ഗ്രൗണ്ട് VCC. ഇത് ഗ്രൗണ്ട് VCC നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ എഴുതിയിട്ടുണ്ട് ഗ്രൗണ്ട് VCC. ഇവിടെ എഴുതിയിട്ടുണ്ട് VCC. ഫസ്റ്റ് വരുന്നത് VCC, സെക്കൻഡ്സ് വരുന്നത് ഗ്രൗണ്ട്. ഇതിലേക്കാണ് നമ്മൾ സപ്ലൈ കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ പ്രോഗ്രാമിൻ്റെ സ്റ്റെപ്പ് കൊടുക്കുന്നതാണ് ഇവിടെയാണ്. പിന്നെ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ആരോ മാർക്ക് വെച്ചിട്ടാണ് നിൽക്കുന്നത്. ഇത് ഫസ്റ്റ് ഇത് വെച്ചെങ്കിൽ അടുത്ത ബോർഡ് ഇതിൻ്റെ അപ്പുറത്താണ് വയ്ക്കാം. ഇങ്ങനെ കണക്ട് ചെയ്ത് പോകാം. മുകളിൽ വെക്കണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ അടുത്ത ബോർഡ് വയ്ക്കാൻ പറ്റുമോ. അങ്ങനെ ഇങ്ങനെ മുകളിൽ നിന്ന് അടിയിൽ നിന്നാണ് മുകളിലോട്ട് കണക്ഷൻ വരിക. അപ്പോൾ അവിടെ എടുക്കുന്ന സൈസ് അനുസരിച്ച് നമ്മൾ എത്രയാണോ എടുക്കുന്നത് ആ സൈസ് അനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ഇതിൻ്റെ മീതെ വീണ്ടും ഒരു ബോർഡ് വയ്ക്കാം, ഇത് താഴെ ഒരു ബോർഡ് വയ്ക്കാം, സൈഡിലോട്ട് ഇവിടെ ആൻഡ്രോ മാർക്ക് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ. ഈ കൊടുക്കുന്നതനുസരിച്ച് നമ്മുടെ കൺട്രോൾ കാർഡിൽ നിന്ന് തന്നെ കണക്ഷൻസ് ഫസ്റ്റ് ഇതിൽ കൊടുത്തോളാം. ഇതിൽ കൊടുത്തിട്ട് ഇതിൽ നിന്നാണ് റീഡ് ചെയ്ത് പോകണേ. ഇത് ഇങ്ങനെ റീഡ് ചെയ്തിട്ട് ഇതിൽ നിന്ന് നമ്മൾ ഔട്ട് എടുക്കണം. ഇത് ഔട്ട്, ഇത് നമ്മൾ ഓൾറെഡി എടുത്തു, ഇത് ഔട്ട് എടുത്തു. ഈ ഔട്ട് തന്നെയാണ് അടുത്ത സെക്ഷനിലേക്ക് കൊടുക്കുക. അങ്ങനെ കൊടുത്ത് പോകാം. പിന്നെ കണക്ഷൻസ് എല്ലാം എന്താ പറയുക, നമ്മൾ പാരലൽ ചെയ്താൽ കൊടുക്കുക. സീരീസ് അല്ല, ഇതിൽ നിന്ന് തന്നെ എടുത്ത് അടുത്തേക്ക് ഇങ്ങനെ പാരലൽ ചെയ്താൽ കൊടുക്കുക. ഇതിൽ നിന്ന് ഓരോന്ന് പാരലൽ ചെയ്ത് കണക്ഷൻസ് സപ്ലൈ കൊടുക്കുക. അതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓരോന്നായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. കണ്ടോ, നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന അലൂമിനിയം ബോഡി കണ്ടോ, നല്ല വീതിയുള്ള ടൈപ്പ് അലൂമിനിയം ബോഡിയാണ് ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇത്ര വീതി വരാൻ ചൂട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതാണ് പ്രത്യേകതയുള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡോർ ബോട്ടത്തിൻ്റെ പീസ് കട്ട് ചെയ്ത് എടുത്തേക്കണം. രണ്ടാക്കി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയൊരു അലുമിനിയത്തിൻ്റെ പീസ് വെച്ചിട്ട് റിബേറ്റ് അടിച്ച് വെച്ചാൽ അപ്പോൾ ഇങ്ങനെ സ്ക്വയറിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ സാധനം നമുക്ക് എന്താ പറയുക, അലുമിനിയം ഫാബ്രിക്കേഷനോട് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉണ്ടാക്കി തരും. നമുക്ക് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവരിത് ഉണ്ടാക്കി തരും. ഈ സൈസ് നമുക്ക് ഏത് അളവിലാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ബോർഡ് എത്ര സൈസാണ് വേണ്ടത്, 1 അടി വേണോ, 2 അടി വേണോ, 3 അടി വേണോ, അത്രയുള്ള സൈസ് പറഞ്ഞാൽ അവരുണ്ടാക്കി തരും. പിന്നെ ഇത് ഇപ്പോൾ ഈ ടൈപ്പ് അല്ല ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ചെറിയ സ്ക്വയർ ട്യൂബ് കിട്ടും. ആ സ്ക്വയർ ട്യൂബിൽ കട്ട് ചെയ്താണെങ്കിലും ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ ഡബിൾ സൈഡ് ബോർഡാണെങ്കിൽ ഇത് അത്ര നല്ലതല്ല, സിംഗിൾ സൈഡ് ബോർഡിനാണ് നല്ലത്. എന്ന് വെച്ചിട്ട് ബാലൻസ് ചെയ്ത് കറക്റ്റായിട്ട് കിടക്കും. വാട്ടർ പ്രൂഫ് ബോർഡിന് വേണ്ടിയാണ് ഈ കേസ് നമ്മൾ യൂസ് ചെയ്തത്. ഈ കേസിലേക്ക് നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഓൾറെഡി നമ്മൾ ഈ കേസ് എടുത്ത് വെച്ചു. ഈ കേസ് എടുത്ത് വെച്ചതിന് ശേഷം ഈ ബോർഡിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ടാവും. ഈ ആരോ മാർക്ക് അനുസരിച്ചാണ് നമ്മൾ കണക്ഷൻ കൊടുക്കുക. ഇവിടെ നമ്മൾ ഫസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഈ LED ഇവിടെ കൊടുത്തു. ഈ അറ്റത്തേക്ക് നമ്മൾ ഈ ബോർഡ് ഫസ്റ്റ് നമ്മൾ തിരിച്ചു വെച്ചു. നോക്കുക, നമ്മൾ ഫസ്റ്റ് ആരോ മാർക്ക് അനുസരിച്ച് നോക്കുക കണക്ഷൻ എവിടെ നിന്നാണോ വരുന്നത്. കണ്ടോ, ഓൾറെഡി ബോർഡ് നമ്മൾ ആദ്യം ഇങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കുക. ഈ കേസിലേക്ക് നമ്മൾ വെറുതെ ചുമ്മാ
നമ്മൾ ചെയ്യുന്ന ബോർഡിലോട്ട് നമ്മൾ വെറുതെ കേസിലോട്ട് ഇട്ട് വെച്ചാൽ മതി. സിമ്പിൾ. അപ്പോൾ അതായത് 4x വരെയുടെ ഒരു ബോർഡ് നമ്മൾ സിമ്പിളായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഉണ്ടല്ലോ. ഇനി ഇതിൻ്റെ അപ്പുറത്ത് സ്ക്രൂ ചെയ്യുക. സ്ക്രൂ ചെയ്യണമെങ്കിൽ മുമ്പ് നമ്മുടെ ആരോ മാർക്ക് അനുസരിച്ച് തന്നെയാണ് കണക്ഷൻ കൊടുത്തതെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മൾ തിരിച്ച് വയ്ക്കുക. തിരിച്ച് വെച്ചിട്ട് ഉണ്ടല്ലേ ആരോ മാർക്ക്, ഓരോ ആരോ മാർക്ക് വെക്കുക. ഉണ്ടല്ലേ, ഈ ആരോ മാർക്ക് കറക്റ്റായിട്ടാണ് എൻ്റെ ഫോണിൽ നോക്കുക. ഇവിടെ ആരോ മാർക്ക് തിരിഞ്ഞുണ്ടാവും. അപ്പോൾ നമ്മൾ സ്ക്രൂ ചെയ്യണമെങ്കിൽ ആ ബോർഡ് പൊസിഷൻ നമ്മൾ കറക്റ്റ് ചെയ്യണം. നേരെ വീണ്ടും തിരിച്ച് ആരോ മാർക്കിൽ അവിടേക്ക് പൊസിഷൻ കറക്റ്റ് ചെയ്ത് വെക്കണം. ഏതെങ്കിലും ബോർഡ് തിരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ഓൾറെഡി കാണാൻ പറ്റും. കണ്ടോ, എല്ലാ ആരോ മാർക്കും ഒരേപോലെയാണ്. അവിടെ നിന്ന് ആരോ മാർക്ക് എല്ലാം അതിന് നമ്മൾ ആ ബോർഡ് സെറ്റ് ചെയ്താൽ കാണാൻ പറ്റും. കണ്ടോ, ആരോ മാർക്ക് അനുസരിച്ച് ഓരോ ആരോ മാർക്ക് താഴോട്ടുള്ള ആരോ മാർക്ക് എല്ലാത്തിൻ്റെ ബോർഡിൻ്റെ ആരോ മാർക്ക് താഴേക്കായിരിക്കും. സൈഡിലേക്കുള്ളത് ഓരോന്നിൻ്റെ സൈഡിലേക്ക് കറക്റ്റായിട്ട് കൊടുത്തതിന് ശേഷം മാത്രമാണ് നമ്മളത് സ്ക്രൂ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അത് കറക്റ്റായിട്ട് കൊടുക്കണം. വലിയ തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ പ്രോഗ്രാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല. എല്ലാം ഇപ്പോൾ മുകളിൽ അടുത്ത ബോർഡ് വയ്ക്കുകയാണെങ്കിൽ മുകളിലോട്ടും താഴോട്ടും നമുക്ക് ബോർഡ് കണക്ട് ചെയ്യാൻ പറ്റും. ഏത് ബോർഡ് എടുത്താലും അതേപോലെ തന്നെ നമ്മൾ കണക്ട് ചെയ്യണം. നമ്മൾ ഈ ബോർഡ് വാങ്ങുമ്പോൾ തന്നെ അതേ കണ്ടല്ലോ, ഇതിലൊക്കെ സൈഡിൽ ഇങ്ങനെ സ്ക്രൂ ഇതുണ്ടാവും, ഹോൾ ഉണ്ടാവും. അതിലേക്ക് നമുക്ക് ത്രെഡിങ് സ്ക്രൂ ഉണ്ട്. ഈ ത്രെഡിങ് സ്ക്രൂ വെച്ച് നമുക്ക് ഇങ്ങനെ അത് ടൈറ്റ് ചെയ്യാം. ഈ ടൈറ്റ് ചെയ്തിട്ട് ഈ സാധനം കണ്ടില്ലേ, ഇത് ഗ്ലാസ് കടയിലൊക്കെ വാങ്ങാൻ കിട്ടും ഈ ഐറ്റം. ഇതിട്ടിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യണേ. ഇതിട്ടിട്ട് നമ്മൾ തിരിച്ച് വെച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാധനം ആ ബോർഡ് അതിലേക്ക് ടൈറ്റായിട്ട് നിൽക്കും. ഏതിലേക്കാണ് വയ്ക്കണത് ആ ഇതിലേക്ക് നമ്മൾ ആ ബോർഡിലേക്ക് ടൈറ്റ് ചെയ്ത് നിൽക്കും. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ബോർഡ് അവിടെ സ്റ്റക്കായി അവിടെ നിന്നോളും. അപ്പോൾ ഫിറ്റ് ചെയ്താണ് ഞാൻ കാണിച്ചു തരാം. അതുണ്ടോ, കാണിച്ചു കൊടുക്കട്ടോ. ഓൾറെഡി ആ ത്രെഡിങ് സ്ക്രൂവിലേക്ക് നമ്മൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബോർഡ് ഇതിലേക്ക് നിൽക്കും. ഇത് ലൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബോർഡ് ഈസി ആയിട്ട് ഊറ്റിയെടുക്കാൻ പറ്റും. പിന്നെ കണക്ഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. റെഡ് പോസിറ്റീവിന് റെഡും നെഗറ്റീവിന് ബ്ലാക്കുമാണ് കൊടുത്തതാണ്. ഗ്രൗണ്ട് ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഉണ്ടല്ലേ, ഞാൻ പറഞ്ഞു പാരലൽ ചെയ്ത് അവിടെ തന്നെ, സീരിയസ് അല്ല. പാരലൽ ഇതിൽ നിന്ന് ഇതിൽ അടുത്തേക്ക് ഇങ്ങനെ കൊടുത്തേക്കാണ്. ഓരോന്നും ഓരോ സെക്ഷൻ ഇതിന് പാരലായിട്ടാണ് അടുത്ത് കൊടുത്തേക്കാണ്. ഈ ലൈനിൽ നിന്ന് എടുത്ത് അടുത്തേക്ക് കൊടുത്തേക്കാണ്. ഈ സ്ട്രിപ്പ് കണക്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ട്രിപ്പിന് സ്ലോട്ട് ഉണ്ട്. ഈ സ്ലോട്ടിൽ ഓൾറെഡി ഇതെവിടെ കട്ട് ഉണ്ട്, ഒരു ബ്ലോക്ക് ഉണ്ട്. ആ ബോട്ട് കറക്റ്റായിട്ട് ആ സ്ലോട്ടിലോട്ട് തന്നെ കറക്റ്റായിട്ട് വീഴുള്ളൂ. നമ്മൾ സ്ട്രിപ്പ് മെയിനായിട്ട് ഒരു കംപ്ലൈൻറ്റ് വന്ന സ്ട്രിപ്പ് ആയിരിക്കും. സ്ട്രിപ്പ് കംപ്ലൈൻറ്റ് വന്നാൽ സ്ട്രിപ്പ് കറക്റ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഉണ്ടല്ലേ, സ്ട്രിപ്പ് അങ്ങനെ കറക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇത് 4 എണ്ണം സെറ്റ് ചെയ്ത ഒരു ബോർഡ് നമുക്ക് കാണിച്ചു തരാം. സെക്കൻഡ്, ഈ ബോർഡിൽ ഓൾറെഡി 4 ടൈൽ നമ്മൾ സെറ്റ് ചെയ്തു. സെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ ആ സ്ക്രൂ ടൈറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ സെൽഫ് ബോൾട്ട് വെച്ച് ഇതിലേക്ക് സ്ക്രൂ, അതായത് ഒരു സെൽഫ് ബോൾട്ടാണിത്. ഇത് കറക്റ്റ് 1/2 ഇഞ്ചിൻ്റെ സെൽഫ് ബോൾട്ടാണ്. ഇതിൻ്റെ വെച്ചിട്ടുണ്ടെങ്കിൽ 2.5 ഇഞ്ച് കറക്റ്റായിട്ട് ബോർഡിൽ മുട്ടില്ല കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. തീരെ ഇത് സ്ക്രൂ ചെയ്താലും ഇതിലേക്ക് ടച്ച് ആവില്ല, ഈ ബോർഡിലേക്ക് ടച്ച് ആവില്ല. അപ്പോൾ നമുക്ക് ഈ ബോർഡിലേക്ക് ഇത് വെച്ചിട്ട് ഈ അലുമിനിയം പീസിലേക്ക് 1/2 ഇഞ്ചിൻ്റെ സ്ക്രൂ ടൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ മോഡലിൽ ടൈറ്റ് ചെയ്യാൻ പറ്റും. ഈ 2 രീതിയിലാണ് നമ്മൾ ഈ ബോർഡിലേക്ക് ഇത് സെറ്റ് ചെയ്യാം. പിന്നെ ഈ സ്ട്രിപ്പ് ഞാൻ പറഞ്ഞു, ഈ സ്ട്രിപ്പിന് ഓൾറെഡി ഇവിടെ റെഡ് മാർക്ക് ഉണ്ടാവും. ഈ റെഡ് മാർക്ക് മുകളിലോട്ടായിട്ട് വേണം കണക്ട് ചെയ്യാൻ. എല്ലാത്തിലും അതേപോലെ തന്നെ ഈ എൻഡ് തൊട്ട് എൻഡ് വരെ കണക്ട് ചെയ്യുക. ഈ സ്ട്രിപ്പ് ബോർഡിലും അതേപോലെ തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക. ഇതിലും കൊടുത്തിട്ടുണ്ട് സ്ട്രിപ്പ്. ഈ സ്ട്രിപ്പ് തിരിഞ്ഞ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോർഡ് വർക്ക് ചെയ്യില്ല. സ്ട്രിപ്പ് കറക്റ്റായിട്ട് മാത്രം കണ്ടില്ല. കാർഡ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചതാണ്. കാർഡിലോട്ടും നമ്മൾ സപ്ലൈ കൊടുക്കണം. ഈ കാർഡിലേക്ക് സപ്ലൈ കൊടുത്താൽ ആ സപ്ലൈ തന്നെയാണ് എല്ലാത്തിലേക്കും സപ്ലൈ തന്നെ. ഈ വോൾട്ടേജ് തന്നെ ഞാൻ എടുത്ത് കൊടുക്കുക. ഇതിൽ നിന്ന് എടുത്തതിന് ശേഷം ഇതിൻ്റെ ഔട്ട് എടുത്തിട്ടാണ് നമ്മൾ പവർ സപ്ലൈക്ക് കൊടുക്കുക. ഈ പവർ സപ്ലൈ ഓൾറെഡി നമുക്ക് പവർ സപ്ലൈ വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാം. നമ്മുടെ ഉള്ളതാണെങ്കിൽ ഇത്രയും വലിയ കേസാണെങ്കിൽ ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാം. ചെറുതാണെങ്കിൽ ഇതിൻ്റെ അകത്ത് സെറ്റ് ആവില്ല. ഇതിലേക്ക് സെറ്റ് ചെയ്തിട്ട് കാരണം നമുക്ക് ഓൾറെഡി പവർ സപ്ലൈ പുറമെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് പറഞ്ഞാൽ വർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഓൾറെഡി ഇങ്ങനെ കറക്റ്റായിട്ട് വയർ ചെയ്യുക. വയറിങ് പ്ലസ് VCC കറക്റ്റായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ രീതി തന്നെ സപ്ലൈസ് വോൾട്ടേജ് ഓരോന്നായിട്ട് കൊടുത്ത വോൾട്ടാണ്. ഇപ്പോൾ നമുക്ക് എത്ര ടൈൽ വേണ്ടി എടുക്കാം. അപ്പോൾ ഇതിലിപ്പോൾ 2 ടൈലാണ് കണക്ട് ചെയ്തേക്കണേ. 4 ടൈൽ വരെ നമുക്ക് ഇതേപോലെ കണക്ട് ചെയ്യാം. ഞാൻ പറഞ്ഞില്ല, അതുപോലെ വെച്ച് കരുതി സപ്ലൈ കറക്റ്റായിട്ട് കൊടുക്കുക. പ്ലസ് VCC കൊടുക്കുക. ഗ്രൗണ്ട് ഇത് 2 കൊടുക്കുക. അതേപോലെ തന്നെ അതിൻ്റെ അടുത്ത വയറെടുത്ത് ഇതിൻ്റെ പ്ലസ് VCC ഗ്രൗണ്ട്. പിന്നെ സ്ട്രിപ്പ് കണ്ടില്ലേ, സ്ട്രിപ്പ് കറക്റ്റായിട്ടാണ് അതിലേക്ക് കയറുള്ളൂ, തിരിഞ്ഞ് കയറില്ല. നമുക്ക് എത്ര ബോർഡ് വെക്കണം ഇതേപോലെ എത്ര വേണമെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ കയറ്റാൻ പറ്റും, മുകളിലോട്ടോ കയറ്റാൻ പറ്റും. പിന്നെ ഇതിലെന്താ പറയുക, സപ്ലൈ മാത്രം നമ്മൾ കൊടുക്കാൻ നേരത്ത് ആംപിയർ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. തീരെ കുറഞ്ഞ വയർ എടുത്ത് നല്ല വയർ മാത്രമാണ് യൂസ് ചെയ്യാമുള്ളൂ. വയറിൻ്റെ ക്വാളിറ്റി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ വയർ കത്തിപ്പോവും. ചെറിയ വയറൊക്കെ ആണെങ്കിൽ ആ വയർ കത്തിപ്പോവും. ഈ വയർ ക്വാളിറ്റി കുറഞ്ഞ വയർ ഇട്ട് കഴിഞ്ഞാൽ വയർ കത്തിപ്പോവും. നല്ല വയർ വേണം. ഇതുണ്ടോ, ഈ വയർ നോക്കി നമുക്ക് അറിയാൻ പറ്റും. ഏതുണ്ടല്ലേ, വയറിൻ്റെ ക്വാളിറ്റി കുറഞ്ഞാൽ വയർ കട്ടായി പോവും. വയർ നോക്കുക, വയർ നോക്കിയിട്ട് കറക്റ്റായിട്ട് ചെയ്യുക. നമ്മൾ പറഞ്ഞ പോലെ കണക്ഷൻസ് കൊടുത്ത് വെച്ചിരിക്കുന്നതാണ് കാണുന്നത്. ഓൾറെഡി വയർസ് അതിനകത്തുള്ള ബാക്കി എല്ലാ മൊഡ്യൂൾസും കണക്ട് ചെയ്തു. ഒരു എൻഡിലേക്കാണ് നമ്മൾ കൊടുക്കുക. സ്റ്റാർട്ടിംഗ് ബോർഡാണ് ഇരിക്കുന്നത്. ആരോ മാർക്ക് നമ്മൾ പറഞ്ഞു, ആരോ മാർക്ക് അങ്ങോട്ട് ഈ സൈഡിലാണ് നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെ കൺട്രോൾ കാർഡ് സെറ്റ് ചെയ്യേണ്ടത്. പറഞ്ഞു ആരോ മാർക്ക് നോക്കുക. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ബോർഡിൽ വെച്ച് പോവുകയാണ്. ഈ അറ്റത്താണ് നമുക്ക് സാധനം സെറ്റ് ചെയ്യേണ്ടത്. ഓൾറെഡി സെറ്റ് ചെയ്ത ഒരു ഇതാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്, കാണാൻ പറ്റുന്നത്. ഓൾറെഡി കൺട്രോൾ കാർഡ് ഇതിൽ തന്നെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കൺട്രോൾ കാർഡിൻ്റെ സ്ട്രിപ്സ് കണ്ടില്ലേ, സ്ട്രിപ്സ് കറക്റ്റായിട്ട് കൊടുക്കുക. നമ്മളിതിൽ കൊടുത്തേക്കണം ഈ എൻഡിലേക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത്. കാണാം, ഈ കളർ കോഡ് ഉണ്ട്. ഈ കളർ കോഡ് വെച്ചാണ് സെറ്റ് ചെയ്യുക. പിന്നെ ഈ സൈഡിലോട്ട്
കറക്റ്റായിട്ട് പ്ലഗ് ഇതിലേക്ക് കയറിക്കോളും. അത് തിരിഞ്ഞും പറഞ്ഞൊന്നും പോകില്ല. ഇവിടെ കൊടുക്കാൻ നേരത്ത് പ്രോഗ്രാം വർക്ക് ചെയ്തതിൽ കാർഡ് തിരിച്ച് കണക്ട് ചെയ്യാം. പിന്നെ കൂടാതെ പറഞ്ഞിട്ട് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിലിപ്പോൾ കാണിച്ചു തന്നിട്ടുള്ളൂ. പിന്നെ വലിയ വലിയ ബോർഡുകൾ ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതാണ്. ബോർഡ് മാത്രമല്ല TV, കമ്പ്യൂട്ടർ എല്ലാം ഇതേപോലെ തന്നെ അയച്ച് എങ്ങനെ സെറ്റ് ചെയ്യണം, അതിൻ്റെ കംപ്ലയിൻസ് എന്തൊക്കെ വരുന്നുണ്ട്, അതെങ്ങനെ സർവീസ് ചെയ്യുക എന്നുള്ള എല്ലാ ഇതും ഇതിൽ വരുന്നുണ്ട്. വ്ളോഗിങ് മാത്രമല്ല ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ട്രാവലിംഗ് എല്ലാ ഈ ചാനൽ വരുന്നുണ്ട്. ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആരെങ്കിലും ബോർഡ് ഉണ്ടാക്കണമെങ്കിലോ സംശയമൊക്കെ ഉണ്ടെങ്കിൽ മിക്കവാറും പേര് ഈ ബോർഡ് വാങ്ങിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ബോർഡ് ഈ ടൈപ്സ് ബോർഡായിരിക്കും. എല്ലാ ബോർഡിലും ഈ കൺട്രോൾ കാർഡ് ചിലപ്പോൾ കാർഡ് കളർ മാറും. ഈ റെഡ് എന്നുള്ളത് ഗ്രീൻ ആയിരിക്കും മിക്കവാറും ഇരിക്കുക. റെഡും ഗ്രീനും 2 കളറിലാണ് ഈ കാർഡ് അവൈലബിലിറ്റി ഉള്ളത്. അപ്പോൾ നമ്മൾ കാർഡ് മാത്രം വ്യത്യാസമുള്ളൂ, ബാക്കി എല്ലാം ഒരേപോലെ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് വില അനുസരിച്ച് ചില കാർഡ് കുറഞ്ഞതുകൊണ്ട് കൂടിയതൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ സെറ്റിങ്സ് അനുസരിച്ച് നമുക്ക് മാറ്റി അറിയാൻ പറ്റും. ഇതേപോലെ ആയിരിക്കില്ല. ഈ എഴുത്തിലൊക്കെ വ്യത്യാസമുണ്ടാവും. ചിലപ്പോൾ ചെറിയൊരു മാർക്ക് മാത്രമേ ഉള്ളൂ. നേരത്തെ കണ്ടപ്പോൾ ചെറിയൊരു മാർക്ക് ഉണ്ടാവുള്ളൂ, ചെറിയൊരു മാർക്ക് ഇതേപോലെ ഉണ്ടാവില്ല. ഓരോ കമ്പനി പിന്നെ അതിൽ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ ബോർഡിൻ്റെ നമ്പേഴ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏത് മോഡൽ ബോർഡ് ആ നമ്പറുള്ള ഒരേ ബോർഡിൽ ഏത് ഇതിൽ വെച്ചാലും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ കൃത്യമായിട്ട് അതിന് റിപ്ലൈ തന്നേക്കാം. ഇതെങ്ങനെ കണക്ട് ചെയ്യണേ, ഇപ്പോൾ മൾട്ടി കളർ എങ്ങനെ കണക്ട് ചെയ്യണം. ഇനി ഇപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് പല കളറിലുള്ള ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് റെഡാണ്, ഇത് റെഡ് കളറാണ് ഇരിക്കുന്നത്. റെഡ്, ഗ്രീൻ, ബ്ലൂ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. മൾട്ടി കളർ ചെയ്യുന്നുണ്ട്. മൾട്ടി കളർ എങ്ങനെയാണ് അസംബിൾ ചെയ്യണത്, അതെങ്ങനെ പ്രോഗ്രാം ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഇതിൽ പ്രോഗ്രാം ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ വേറെ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ അസംബ്ലിംഗ് ആണ് നമ്മൾ മെയിനായിട്ട് ചെയ്തത്. ഓൾറെഡി ഈ കാർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ കാർഡിൻ്റെ അടുത്ത് പെൻ ഡ്രൈവ് കണക്ട് ചെയ്താൽ നമുക്ക് കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഗ്രാംസിൽ റീഡ് ആയിക്കോളും. പക്ഷേ പെൻ ഡ്രൈവ് കണക്ട് ചെയ്ത് പ്രോഗ്രാം റീഡ് ആയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് അയച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിൽ കണക്ഷൻ കൊടുത്തു. സപ്ലൈക്ക് വേണ്ടി 2 വയർ പുറത്തേക്ക് ഇട്ടേക്കാണ്. നല്ല ഗേജുള്ള വയർ തന്നെ വേണം. ഞാൻ പറഞ്ഞില്ല, ഗേജ് കുറവുള്ള വയർ ഇട്ടേണ്ടി വയർ മാറ്റി കളയാം. നമ്മൾ ചില ബോർഡുകളിലൊക്കെ ഗേജ് കുറഞ്ഞ വയർ ഇട്ട് കംപ്ലയിൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കംപ്ലയിൻറ്റ് വന്ന ബോർഡിൻ്റെ വയർ മാറ്റി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് നോക്കിയിട്ടില്ലേ, ഈ സപ്ലൈസ് കറക്റ്റായിട്ട് ഇതിലേക്ക് വന്നു. ഈ സപ്ലൈ ചെയ്യുന്നു. ഇതിലുള്ള സപ്ലൈ എല്ലാ ബോർഡിലോട്ടും പാരലായിട്ട് നമ്മൾ കൊടുത്തേക്കാണ്. എന്നിട്ട് വയറിൽ ഈ ഇതിലേക്ക് നമ്മൾ സപ്ലൈ കൊടുത്ത് നമ്മൾ കാണിച്ചു തരാം. ബോർഡ് വർക്ക് ചെയ്യണ കാണിച്ചു തരാം. ഓൾറെഡി വയറിംഗ് കിറ്റ് കഴിഞ്ഞ് നമുക്ക് വർക്കിംഗ് കാണിച്ചു തരാം. നമ്മൾ സെപ്പറേറ്റ് SMBS എടുത്തിട്ടുണ്ട്. ഈ SMBSലേക്ക് കണക്ട് ചെയ്യണം. SMBSൻ്റെ പ്ലസ് VCD പ്ലസ് കൊടുത്തേക്കാണ്. പ്ലസ് നമ്മൾ കണക്ട് ചെയ്യണം. വയർ കൊടുക്കുമ്പോൾ ലൂസ് കോൺടാക്റ്റ് ആവാണ്ട് കറക്റ്റായിട്ട് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ കണക്ട് ചെയ്തേക്കണേ. ഇതേപോലെ കണക്ട് ചെയ്ത് ആംപിയർ കൂടുതലാണ് പോകണേ. കാരണം ഈ ബോർഡൊക്കെ ഏകദേശം 15 ആംപിയറിന് മുകളിൽ എടുക്കും. അതായത് ഒറ്റ ചില പ്രോഗ്രാം ഫുൾ LED കത്തിക്കഴിഞ്ഞാൽ, സാധാരണ കേസിൽ ഫുൾ LED കത്താറില്ല, കുറച്ച് LED കത്താറുള്ളൂ. അപ്പോൾ ഒരു 5-6 വാട്ടൊക്കെ എത്ര എടുക്കുള്ളൂ. ശരിക്കും നമ്മൾ യൂസിന് കറണ്ട് പോയി കഴിഞ്ഞാൽ ഒരു CFL അത്ര വോൾട്ടേജ് നമ്മൾ എടുക്കുന്നുള്ളൂ. CFL വർക്ക് ചെയ്യണ അത്ര എടുക്കുന്നുള്ളൂ. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് LED കത്തുള്ളൂ. എല്ലാ LED കത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് കൂടുതൽ വോൾട്ട് എടുക്കുക. പിന്നെ ഇത് ഗ്രൗണ്ട് എടുത്തതാണ്. നമ്മൾ കളർ മാറ്റി കൊടുത്ത് മാത്രമേ ഉള്ളൂ. കറക്റ്റായിട്ട് തന്നെ കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഓൾറെഡി നമ്മൾ അത് രണ്ടും കണക്ട് ചെയ്യാം. SMBSലേക്കും നമ്മൾ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ലൈനിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. SMBS എടുക്കാൻ നേരത്ത് ശ്രദ്ധിക്കുക, ഫസ്റ്റ് ലൈനിൻ്റെ ആയിരിക്കും ഇവിടെ എഴുതിയിട്ടുണ്ടാവും, L എഴുതിയിട്ടുണ്ടാവും. പിന്നെ ഇവിടെ വോൾട്ടേജ് ചെയ്തിട്ടുണ്ടാവും. പ്ലസും മൈനസും കറക്റ്റായിട്ട് കൊടുക്കുക. മാറി പോകരുത്. 5 വോൾട്ടാണ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. വോൾട്ടേജ് ചിലർ കുറവുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ ഈ പോർട്ട് തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും SMBSൻ്റെ. അപ്പോൾ ഓൾറെഡി നമ്മൾ ബോർഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സപ്ലൈ കൊടുത്തു നോക്കാണ് അല്ലേ, സപ്ലൈ കൊടുക്കാൻ നേരത്ത് ഓൾറെഡി അതിലൊരു ലൈറ്റ് കത്തും. പിന്നെ ഇത് 20 ആംപിയറിൻ്റെ പവർ സപ്ലൈ ആണ്. നോക്കിയില്ലെങ്കിൽ ഇൻഡക്ഷൻ ഉണ്ടാവും. ഉണ്ടല്ലേ, നമ്മൾ തൊടുമ്പോൾ ചെറിയൊരു ഇൻഡക്ഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഷോക്കല്ല, ചെറിയൊരു ഇൻഡക്ഷനാണ്. ആംപിയർ കൂടുതലുള്ളതുകൊണ്ടുള്ള ഒരു ഇൻഡക്ഷനാണ് കേട്ടോ. അത് പ്രശ്നമില്ല. നമുക്കത് ബോർഡ് തിരിച്ച് വെച്ചിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ, ബോർഡ് ഇപ്പോൾ കത്താൻ തുടങ്ങി. കാര്യങ്ങൾ ബോർഡിൽ എഴുതി വരുന്നുണ്ട്. കണ്ടില്ലേ, ബോർഡിൽ ഓരോന്നായിട്ട് ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ എഴുതി വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് ബോർഡ് അസംബിൾ ചെയ്തെടുക്കാൻ സാധിക്കും. ഡിസൈൻസ് എങ്ങനെ വേണമെങ്കിലും നമുക്കതൊരു പ്രോഗ്രാം ചെയ്യുന്നതനുസരിച്ച് കണ്ടില്ലേ, ഓരോ രീതിയിൽ നമുക്കത് മാറ്റി എന്ത് വേണമെങ്കിലും നമുക്കതിൽ പ്രോഗ്രാം ചെയ്ത്. ഇതിൽ ഈ ബോർഡിൽ നമ്മുടെ കയ്യിലുള്ള ബോർഡിൽ ഏത് ലാംഗ്വേജും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഇതിപ്പോൾ ഇംഗ്ലീഷും മലയാളം, തമിഴ്, ഹിന്ദി എല്ലാ സപ്പോർട്ട് ചെയ്യുന്ന കാർഡാണ് ഇപ്പോൾ ഇതിൽ വെച്ചിരിക്കുന്നത്. ഇതിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രോഗ്രാം ചെയ്യുന്നതനുസരിച്ച് നമുക്ക് കറക്റ്റായിട്ട് ഏത് ലാംഗ്വേജ് വേണമെങ്കിലും ഇതിൽ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ എല്ലാ ടൈപ്സുള്ള ബോർഡ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് LED ബോർഡ്സ്, യൂസ്ഡ് LED ബോർഡ് വേണമെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്താൽ നമ്മുടെ യൂസ്ഡ് LED ബോർഡ് ഉണ്ട്. വളരെ കുറഞ്ഞ വിലയ്ക്ക് തന്നെ യൂസ്ഡ് LED ബോർഡ് നമ്മൾ കൊടുക്കുന്നുണ്ട്. യൂസ്ഡ് മാത്രമല്ല, ഫ്രഷ് LED ബോർഡും വളരെ കുറഞ്ഞ രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്കായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ
പുതിയ ബോർഡ് വേണേലും പഴയ ബോർഡ് വേണേലും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. അത് സൈസ് ഇപ്പോൾ ഉള്ള സൈസിനനുസരിച്ച് പല സൈസ് നമുക്ക് വരുന്നുണ്ട്. ഏത് സൈസ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ രീതിയിൽ തന്നെ കണക്ട് ചെയ്ത് കൊടുക്കാം. കൂടുതൽ ഈ വീഡിയോ ചെയ്യുന്നതിൽ കൊണ്ടുപോയ ആൾക്കാർക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഓരോ ബോർഡിനും ഓരോരോ കംപ്ലയിൻറ്റ്സ് വരാം. ഇപ്പോൾ സ്ട്രിപ്പ് ചിലപ്പോൾ ചില സ്ട്രിപ്പ് ലൂസ് വരാം, ചിലപ്പോൾ വയർ ലൂസ് വരാം, ചിലപ്പോൾ പവർ സപ്ലൈ കംപ്ലയിൻറ്റ് വരാം, ടെയിൽ കംപ്ലയിൻറ്റ് വരാം. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ കണക്ഷൻസ് കറക്റ്റായി മിക്കവാറും പറഞ്ഞാൽ വയർ ലൂസായി പോകും. കണക്ട് ചെയ്യാൻ നേരത്ത് ഇപ്പോൾ ചൂടായി കാരണം 20 ആമ്പിയർ അല്ലെങ്കിൽ ഒരു 15 ആമ്പിയർ മുകളിലൊക്കെ അതിന് ചൂട് കൂടുതൽ വരും. ചൂട് വരുമ്പോൾ കണക്ഷൻസ് ലൂസ് വരും. അവിടെയാണ് കൂടുതലും കംപ്ലയിൻറ്റ് വരുന്നത്. അപ്പോൾ ആ വയറൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ വീഡിയോ കാണിച്ചു തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. നമുക്ക് തുടർന്നുള്ള വീഡിയോ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്തടുത്ത വീഡിയോയിൽ ഓരോരോ പോർഷനായിട്ട് ഇടാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. പിന്നെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം മിക്കവാറും ആൾക്കാരെല്ലാം LED ബോർഡ് ഉണ്ട്. അപ്പോൾ LED ബോർഡ് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് മിക്കവാറും അറിയില്ല. ഇതേപോലെയാണ് സെറ്റ് ചെയ്യണത്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് അതിൻ്റെ കണക്ഷൻസ് കൊടുക്കാൻ പറ്റും. പ്ലസ് VCC ആ സ്ട്രിപ്പ് ഉപയോഗിച്ച് പറ്റും. പിന്നെ സംശയങ്ങളിൽ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു തരും. എങ്ങനെ കണക്ട് ചെയ്യണം, എങ്ങനെ പ്രോഗ്രാം ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മൾ വിളിക്കുന്നവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്ക് അറിയാലോ ഈ ബോർഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. നമുക്ക് സ്വന്തമായിട്ട് ബോർഡ് ഉണ്ടാക്കണം. പിന്നെ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് സ്വന്തമായിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് എവിടെ വേണമെങ്കിലും ഏത് അളവിൽ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. ചെറിയ ബോർഡ് ചെറിയ ബോർഡ് ഉണ്ടാക്കാം, വലിയ ബോർഡ് വലിയ ബോർഡ് ഉണ്ടാക്കാം. ഒരൊറ്റ ടൈൽ വെച്ചാണെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒറ്റ ടൈൽ വെച്ചാണെങ്കിലും നമുക്ക് ആ ടൈലും കാർഡും സപ്ലൈ 5 വോൾട്ട് മതി. പിന്നെ വണ്ടികളിലൊക്കെ വെക്കണമെങ്കിൽ നമുക്ക് വോൾട്ടേജ് റെഡ്യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിൽ പറഞ്ഞില്ല 5 വോൾട്ട്, വണ്ടികളുടെ 12 വോൾട്ട് തൊട്ട് 24 വോൾട്ട് വരെയാണ് നമ്മൾ വരുന്നത്. ആ റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ വോൾട്ടേജ് റെഡ്യൂസർ ഉണ്ട്, റെഗുലേറ്റേഴ്സ് ഉണ്ട്. റെഗുലേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 5 വോൾട്ട് ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് ഉള്ള സപ്ലൈ SMPS മാറ്റിയിട്ട് അത് കൊടുത്താൽ മതി. കറക്റ്റായിട്ട് ബോർഡ് വർക്ക് ചെയ്യും. ആ ടൈലും ആ കാർഡും മാത്രം മതി. വണ്ടികളിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. വണ്ടി നല്ല ഡിസൈനായിട്ട് നല്ല ഭംഗിയായിട്ട് നമ്മൾ വണ്ടി പോകുമ്പോൾ കണ്ടല്ലേ, ബസ്സിലൊക്കെ കണ്ടല്ലേ ഇങ്ങനെ ഓരോ ലൈറ്റ് എഴുതി പോകുന്നത്. ഇത് സിമ്പിൾ പ്രൊസീജിയറുള്ളൂ. SMPS ഇല്ല, പകരം റെഗുലേറ്ററാണ്. അതായത് കൂടിയ വോൾട്ടേജ് കുറഞ്ഞ വോൾട്ടേജിലേക്ക് കൺവേർട്ട് ചെയ്ത് അത് കൊടുക്കുകയാണ്. ആ വോൾട്ടേജ് അതിൽ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് വർക്ക് ചെയ്തോളും. അങ്ങനെ അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണാം.